സുനന്ദ പുഷ്കറിന്റെ മരണം നടന്ന ദിവസം ഹോട്ടലിലെ CCTV-കൾ പ്രവർത്തിച്ചിരുന്നില്ലെന്ന വാദം തള്ളി ഹോട്ടൽ അധികൃതർ രംഗത്ത്. CCTV ദൃശ്യങ്ങളുടെ പകർപ്പ് ദില്ലി പോലീസിന് കൈമാറിയിരുന്നുവെന്നും ഹോട്ടൽ അധികൃതർ വ്യക്തമാക്കി. അതേസമയം ചോദ്യം ചെയ്യലിന് ശശി തരൂർ എന്ന് ഹാജരാകണം എന്ന കാര്യത്തിൽ ദില്ലി പോലീസ് ഇന്ന് അന്തിമ തീരുമാനമെടുക്കും. സുനന്ദ പുഷ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദില്ലിയിലെ ലീല പാലസ് ഹോട്ടൽ മുറിക്ക് മുന്നിലെ CCTV ക്യാമറകൾ പ്രവർത്തിച്ചിരുന്നില്ല എന്നായിരുന്നു സംഭവ ദിവസം പുറത്തുവന്ന റിപ്പോർട്ടുകൾ. CCTV ക്യാമറകൾ പ്രവർത്തിക്കാത്തതുകൊണ്ട് സുനന്ദ പുഷ്കർ താമസിച്ചിരുന്ന മുറിക്കുള്ളിലേക്ക് പുറത്തുനിന്ന് ആരെങ്കിലും പ്രവേശിച്ചു എന്ന കാര്യം വ്യക്തമല്ലെന്ന നിലപാടാണ് ദില്ലി പോലീസും ആദ്യം മുതൽക്കേ സ്വീകരിച്ചു വന്നത്. എന്നാൽ സുനന്ദയുടെ മരണം കൊലപാതകമാണെന്ന് ദില്ലി പോലീസ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് CCTV ക്യാമറകൾ പ്രവർത്തിച്ചിരുന്നെന്ന വെളിപ്പെടുത്തലുമായി ഹോട്ടൽ അധികൃതർ രംഗത്തെത്തിയിരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നും ഹോട്ടൽ അധികൃതർ വിശദീകരിക്കുന്നു. അങ്ങനെയെങ്കിൽ സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകൾ എന്തുകൊണ്ട് പോലീസ് ഇത്രയും നാൾ മറച്ചുവെച്ചു എന്ന ചോദ്യം ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. അതേസമയം CCTV ദൃശ്യങ്ങൾ ലഭിച്ചു എന്ന കാര്യത്തിൽ ദില്ലി പോലീസ് ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട ശശി തരൂർ ഉൾപ്പെടെയുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിനുള്ള തീയതികൾ ദില്ലി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് തീരുമാനിച്ചേക്കുമെന്നാണ് സൂചന. കേസുമായി ബന്ധപ്പെട്ട ദില്ലി പോലീസിന്റെ അഭിഭാഷകരുമായും അന്വേഷണ സംഘം ഇന്നലെ ചർച്ചകൾ നടത്തി. റിപ്പോർട്ടർ, ദില്ലി.